ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് സീക്രട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്കും അതുപോലെ തന്നെ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യുന്ന ബിഗിനേഴ്സ് ഉണ്ട്, സ്വന്തമായിട്ട് വണ്ടിയുള്ളവരുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് സീക്രട്ടാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാര് ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ പലപ്പോഴും മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടിയുടെ വേഗത കൂടുതലാകുന്നു, മുന്നിൽ പോകുന്ന വാഹനത്തിനോട് ചേർന്ന് വരുന്നു, ഇടിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. എന്നാൽ വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് ആക്സിലറേറ്റർ കുറയ്ക്കുകയും ബ്രേക്കിലേക്കൊക്കെ വരുന്ന അവസരങ്ങളിൽ വണ്ടിയുടെ വേഗത തീർത്ത് കുറയുകയും പെട്ടെന്ന് വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷനിലേക്ക് വരുന്നു, ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഒരുപാട് പേടി ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് സംഭവിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം കാണിക്കാം. ഇപ്പോൾ മുന്നിൽ ഒരു വാഹനം പോകുന്നുണ്ട്. അതേ തേർഡ് ഗിയറിലാണ് ഞാൻ പോകുന്നത്. സെക്കൻഡ് ഗിയർ കൊടുത്തു. ഒരു വണ്ടി സ്പേസിലിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ആ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി ഞാനിതേ വീണ്ടും ഫസ്റ്റ് ഗിയർ വന്നു. അതായത് തേർഡ് ഗിയറിൽ നിന്ന് ഞാൻ ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡിൽ വന്ന് വണ്ടി സ്ലോ ചെയ്തു. വീണ്ടും ആ വണ്ടി സ്ലോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യുന്ന അവസരങ്ങളിൽ, അതായത് മുന്നിൽ പോകുന്ന ഒരു വണ്ടിയുമായിട്ട് നമ്മൾ സ്പേസ് ഇട്ട് ഓടിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഒരു വാഹനത്തിന്റെ വേഗത നമ്മുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്ത് ഓടിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ സാഹചര്യങ്ങളിലും ഒരു വണ്ടി സേഫ് ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്നത്. ഒരു എക്സ്പേർട്ട് ആയിട്ട് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിലേക്ക് നമുക്ക് ചേഞ്ച് ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയുടെ വേഗത നമ്മുടെ ഇഷ്ടാനുസരണം ഓടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ മുന്നിൽ ഒരു വാഹനം പോകുന്നുണ്ട്. ആവറേജ് നല്ല സ്പീഡിലാണ് ആ വണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതേ തേർഡ് ഗിയറിലാണ് വണ്ടിയായിട്ട് പോകുന്നത്. ഓക്കെ, ആ വണ്ടിയുടെ വേഗത കുറയുന്നതിനനുസരിച്ച് നമ്മൾ വണ്ടിയുടെ വേഗത കുറയ്ക്കുന്നു. ഇപ്പോൾ ഒരു വണ്ടിയോ നമ്മളുടെ ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറി ഒരു ബുള്ളറ്റാണ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ ആ വണ്ടിയുമായിട്ട് നമ്മളൊരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. തേർഡ് ഗിയറിലാണ് പോകുന്നത്. സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് തന്നെ ആവറേജ് ഇപ്പോൾ വണ്ടി പോകുന്ന ഒരു വേഗത ഒരു 35 കിലോമീറ്റർ വേഗതയിലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി വീണ്ടും സ്ലോ ചെയ്യുകയാണ്. മുന്നിൽ പോകുന്ന വണ്ടി സ്ലോ ആക്കി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ബ്രേക്കേ വന്ന് ക്ലച്ച് ചവിട്ടി ഗിയർ ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയർ കൊടുത്തു. വീണ്ടും വണ്ടിക്ക് ഞാൻ ഇതേ മൂവ്മെന്റ് ആക്കുന്നു, തേർഡ് കൊടുക്കുന്നു. ഒരു വണ്ടി സ്പേസ് ഇട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ സ്പേസ് ഇട്ടപ്പോൾ ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, വീണ്ടും ഞാനിതേ ഫോർത്ത് ഗിയർ കൊടുക്കുകയാണ്. മുന്നിൽ പോകുന്ന വണ്ടി ആവറേജ് വേഗത്തിലാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വണ്ടിയും പോകുന്നത് ഒരു 40 കിലോമീറ്റർ വേഗതയിലാണ്. ഓക്കെ, വീണ്ടും ഞാൻ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു, കാരണം ഒരു ചെറിയൊരു വളവാണ്. തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ മുന്നിൽ പോകുന്ന വാഹനം സ്ലോ ആയി. ഇത് ഞാൻ തേർഡ് കൊടുക്കുന്നു. മെല്ലെ എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട്. വീണ്ടും ഞാൻ ഇതേ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വന്നു, കാരണം മുന്നിൽ പോകുന്ന വാഹനം തീർത്തും സ്ലോ ആയി. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് ആക്കുന്നു, തേർഡ് കൊടുക്കുന്നു. സ്ട്രെയിറ്റ് റോഡാണ്. അപ്പോൾ മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഗിയർ ഓരോന്ന് മുന്നോട്ടിട്ട് കൊടുക്കാം. ഓക്കെ, വീണ്ടും ഞാൻ ഇതേ ഫോർത്ത് കൊടുക്കുന്നു. 4ാമത്തെ ഗിയറിലാണ് പോകുന്നത്. നിശ്ചിത സ്പേസ് ഇട്ടാണ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത കൂടി, അതുകൊണ്ട് തന്നെ ഞാനും ആക്സിലറേറ്റർ കൊടുത്ത് വേഗത കൂടി. ഇപ്പോൾ 45-50 കിലോമീറ്റർ വേഗതയിലേക്കാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കക്കാർക്ക് മുന്നിൽ പോകുന്ന ഒരു വാഹനത്തിന്റെ വേഗതയ്ക്ക് അനുയോജ്യമായിട്ട് വണ്ടി കൺട്രോൾ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പോയിന്റ്സ് പറയാം. ഒന്നാമത്തെ പോയിന്റ്, റോഡ് മനസ്സിലാക്കുക. അതായത് നിരപ്പായിട്ടുള്ള റോഡിലൂടെയാണോ വണ്ടി പോകുന്നത്, ഇറക്കം കൂടിയ റോഡിലൂടെയാണോ, കയറ്റമുള്ള റോഡിലൂടെയാണോ വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ്, മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത നിങ്ങൾ ജഡ്ജ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ സെലക്ട് ചെയ്യുക. 4ാമത്തെ പോയിന്റ്, ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ ഗിയറിന് അനുയോജ്യമായിട്ടുള്ള ആക്സിലറേറ്റർ കൊടുക്കുക. ഈ 4 പോയിന്റ്സ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു വാഹനത്തിന്റെ വേഗത നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്ത് ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഒരു ഉദാഹരണം പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു നിരപ്പ് റോഡിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നു. മുന്നിൽ ഒരു വാഹനം പോകുന്നു. മുന്നിൽ പോകുന്ന വാഹനം ഒരു 40-50 കിലോമീറ്റർ വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫോർത്ത് ഗിയർ സെലക്ട് ചെയ്ത് വണ്ടി ഓടിക്കുന്നതിന് തെറ്റില്ല. കാരണം മുന്നിൽ പോകുന്ന ഒരു വാഹനം
വാഹനം 40, 50, 60 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. എന്നാൽ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത കുറയുന്നു എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫോർത്തിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് തേർഡ് ഗിയർ ഇട്ട് കൊടുത്താൽ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത കുറയുമ്പോൾ തന്നെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ വേഗത നിങ്ങൾക്ക് കുറെ കൂടെ കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഫോർത്ത് ഗിയർ എന്ന് പറഞ്ഞാൽ ഒരു ഹയർ ഗിയർ ആണ്. ഒരു നിരപ്പ് റോഡിൽ ആവറേജ് വേഗതയിൽ പോകുമ്പോഴാണ് നമ്മൾ ഒരു 4ാമത്തെ ഗിയർ ഇട്ട് വണ്ടി ഓടിക്കുന്നത്. വണ്ടിയുടെ വേഗത കുറയുമ്പോൾ നമുക്ക് ഹയർ ഗിയറിൽ നിന്നും ലോവർ ഗിയറിലേക്ക് വന്ന് നല്ലൊരു ടോർക്കിലേക്ക് വണ്ടി കൊണ്ടുവരണം, ഒരു എഞ്ചിന്റെ പിടുത്തത്തിലേക്ക് വണ്ടി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫോർത്തിൽ നിന്ന് മെല്ലെ തേർഡ് ഗിയർ ഇട്ട് കൊടുക്കുക. തേർഡ് ഗിയർ ഇട്ട് ആക്സിലറേറ്റർ കൊടുക്കുക. ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴും മുന്നിൽ പോകുന്ന വാഹനത്തിനോട് ഒരുപാട് നിങ്ങളുടെ വാഹനം ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വീണ്ടും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് തേർഡിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വീണ്ടും എഞ്ചിന്റെ ഒരു പിടുത്തത്തിലേക്ക് വരികയും വണ്ടിയുടെ വേഗത ഒരു കൺട്രോളിലേക്ക് വരികയും ചെയ്യുന്നു. എപ്പോഴും അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് വണ്ടി മുന്നിൽ പോകുന്ന വാഹനത്തിനോട് അടുത്ത് വന്നിട്ട് ഗിയർ ഡൗൺ ചെയ്യാതെ മുന്നിലേക്ക് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടിയുടെ വേഗത കൂടുതലായിട്ട് മുന്നിൽ പോകുന്ന വാഹനത്തിലോട് ചേരുന്നു എന്ന് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ വേഗത നിങ്ങളുടെ ഇഷ്ടാനുസരണം കൺട്രോൾ ചെയ്യുവാനായിട്ട് സാധിക്കും. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത കുറയുന്നു, ഒരു തീർത്തും വേഗത കുറയുന്ന സാഹചര്യമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക. വീണ്ടും മുന്നിൽ പോകുന്ന വാഹനം വേഗത കൂടി അടുത്തൊരു ഗിയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കും വീണ്ടും എന്ത് ചെയ്യാം? ആക്സിലറേറ്റർ കൊടുത്ത് നിങ്ങളുടെ വണ്ടിയുടെ വേഗത കൂട്ടി അടുത്തൊരു ഗിയർ സെക്കൻഡ് ഗിയറിലേക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത വീണ്ടും കൂടുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വീണ്ടും ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയർ ഇട്ട് കൊടുക്കാം, ഫോർത്ത് ഗിയർ ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നിങ്ങൾ ഒരു വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കേണ്ടത്. നിരപ്പ് റോഡിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഓടിക്കുക. എന്നാൽ ഒരു കയറ്റം കൂടിയ റോഡിൽ ഓടിക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? കയറ്റം കൂടിയ റോഡിൽ നമ്മൾ ഓടിക്കുന്ന അവസരങ്ങളിൽ മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത കുറവാണെങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഗിയറിലൊക്കെ ഓടിക്കാം. ഇനി മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ വേഗത കുറച്ചും കൂടെ കൂടുതലാണെങ്കിൽ ഒരു തേർഡ് ഗിയർ ഇടാം, ഒരു ചെറിയ കയറ്റം കൂടിയ റോഡാണെങ്കിൽ. എന്നാൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? തുടക്കക്കാരാണെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറിലൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുക. മുന്നിലൊരു വാഹനം ഉണ്ടെങ്കിൽ വാഹനം കയറിപ്പോയി അല്ല വാഹനത്തിന്റെ വേഗത കൂടി എന്ന് തോന്നിയാൽ കോൺഫിഡൻറ്റോടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്സിലറേറ്റർ കൊടുത്ത് റോഡ് അത്യാവശ്യം നമുക്ക് അടുത്തൊരു ഗിയർ ഇടാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ആകുമ്പോൾ നിങ്ങൾ തേർഡ് ഗിയർ ഇടുക. ഇനി ഒരു ഇറക്കമുള്ള റോഡിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഇറക്കമുള്ള റോഡിൽ ഓടിക്കുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഗിയർ സെലക്ട് ചെയ്യേണ്ടത്. അതിനനുയോജ്യമായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, മുന്നിൽ പോകുന്ന ഒരു വാഹനവുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഇടുക. നിശ്ചിത സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ സ്പേസ് എങ്കിലും നിങ്ങളിട്ട് ഓടിക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഓടിച്ചാലുള്ള ഒരു ഗുണം, മുന്നിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്താൽ അല്ലെങ്കിൽ വണ്ടി സ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. മുന്നിൽ പോകുന്ന ആ വാഹനത്തോട് ഒരുപാട് ചേരാതെ നിങ്ങൾക്ക് വണ്ടി നിർത്താം. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഒരു വണ്ടിയുടെ വേഗത കൺട്രോൾ ചെയ്ത് ഓടിക്കാനുള്ള സിമ്പിൾ ട്രിക്കുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. ഒരുപാട് പേർക്ക് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.